कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे വയനാട്ടിലേക്കാണ്. വയനാടിൻ്റെ സൗന്ദര്യം അറിയുക എന്നുള്ളതിനോടൊപ്പം തന്നെ വയനാടും കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളെ അറിയുക എന്നുകൂടി നമുക്ക് ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം കൊണ്ടാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കൊട്ടിയൂരെന്നും മണത്തണയെന്നും ഒക്കെ പറയുമ്പോൾ പഴശ്ശിരാജ അതുപോലെ തന്നെ ഇങ്ങോട്ട് മാനന്തവാടിയിലേക്ക്, വയനാടിൻ്റെ ഭാഗമായ മാനന്തവാടിയിലേക്കും വന്നിരുന്നു. ഇന്ന് നമുക്ക് മാനന്തവാടി വരെയാണ് പോകേണ്ടത്. മാനന്തവാടിയിൽ എന്തിനു പോകുന്നുവെന്ന്, അവിടുത്തെ വിശ്വാസങ്ങൾ എന്തെന്ന് തീർച്ചയായും അറിയണം. അതിനു മുൻപ് അമ്മയുടെ വാക്കുകൾ കേൾക്കാം. ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. അധ്യാപകരോട് വിനയപൂർവ്വം പെരുമാറുവാൻ മക്കളെ പഠിപ്പിക്കണം. വിനയമുള്ള വിദ്യാർത്ഥിയിലെ വിദ്യ ഫലിക്കൂ. വിശേഷിച്ച് ആധ്യാത്മിക വിദ്യ പഠിക്കുന്ന കുട്ടികൾ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പഠിത്തം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്. കുട്ടികൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ശീലിക്കണം. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ നന്മയെ അറിയുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ. ഇത് ഒരു വയനാടൻ ഗ്രാമമാണ്. വയനാടൻ ഗ്രാമം എന്ന് പറയുമ്പോൾ വനത്തിൻ്റെയും കൃഷിഭൂമിയുടെയും മനുഷ്യവാസ കേന്ദ്രങ്ങളുടെയും എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു വയനാടൻ ഭൂമി. ഈ വയനാടൻ ഭൂമിക്ക് കൊട്ടിയൂരുമായി വലിയ അടുത്ത ബന്ധമുണ്ട്. കൊട്ടിയൂരിലെ ഉത്സവാഘോഷങ്ങളിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു ക്ഷേത്രം ഈ ഒരു പ്രദേശത്താണ് ഉള്ളത്. ഇപ്പോൾ നാം നിൽക്കുന്ന വയനാടൻ ഗ്രാമത്തിൻ്റെ പേര് മുതിരേരി എന്നാണ്. മുതിരേരി എന്ന നാമത്തിൽ പോലും ചില വിശ്വാസങ്ങൾ, കൊട്ടിയൂരിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളുണ്ട്. മുതിരേരി ഗ്രാമത്തിൽ ആദ്യം എത്തുമ്പോൾ തന്നെ നാം കാണുന്നത് ഈ കുളമാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുളം. മുതിരേരി എന്ന പേരിന് മുതുകേറി എന്നൊക്കെയുള്ള പേരുണ്ടെന്നും അതിന് വിശ്വാസങ്ങൾ എന്തെന്നൊക്കെ നാം അറിയേണ്ടതുണ്ട്. സ്ഥലനാമത്തിൻ്റെ കൗതുകങ്ങൾ, ശാക്തേയ വിശ്വാസ സമ്പ്രദായങ്ങളുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം ഒക്കെയും പറയുവാനാണ് ഈ ക്ഷേത്രക്കുളത്തിൻ്റെ തീരത്തേക്ക് നാം എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രക്കുളത്തിലെ തീർത്ഥവിശുദ്ധി വാങ്ങി പടവുകൾ കയറി നേരെ ചെല്ലുന്നത് ഒരു ക്ഷേത്രഭൂമിയിലേക്ക്.
ആ ക്ഷേത്രമാകട്ടെ പണ്ട് കാലത്ത് ഗോത്ര സംസ്കൃതി ഉണ്ടായിരുന്ന കാലം തന്നെ ആരാധനകൾ ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ആ വിശ്വാസത്തിന് കൊട്ടിയൂരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങനെ ഇന്ന് ഒരുപാട് പറയാനുണ്ട്. കൊട്ടിയൂർ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വയനാടൻ ഗ്രാമമായ മുതിരേരിയിൽ നാം എത്തിയത് ശക്തേയ സമ്പ്രദായ വിശ്വാസങ്ങളുമായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയുവാനും പറയുവാനുമാണെന്ന് പറഞ്ഞുവല്ലോ. അതിനു വേണ്ടിയിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ നിന്ന് വയനാട്ടിലേക്ക് ബന്ധപ്പെടുത്തുന്ന റോഡുണ്ട്. ആ റോഡ് മാർഗം വരുമ്പോൾ നമുക്ക് പാൽച്ചുരമൊക്കെ കടന്ന് മനോഹരമായ കാഴ്ചകളാണ്. വയനാടിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ കാണാം. പാൽച്ചുരം അത്ര ഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് നൽകുക. ആ കാഴ്ചകൾ കണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. സതീദേവിയുടെ സഞ്ചാരത്തിൻ്റെ ഭൂമിക കൂടിയാണ് കൊട്ടിയൂരും മണത്തണയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു യാത്ര തുടങ്ങി വച്ചിരുന്നു. ആ യാത്രയിൽ നഗരേശ്വരത്ത് നിന്ന് ദേവിയുടെ യാത്ര മണത്തണയിലേക്ക് എത്തിയതും പുതനാക്കൂലിൽ ഭൂതങ്ങൾ വന്നിറങ്ങിയതും അവിടെ നിന്ന് ഓരോ അടിയടിയായി ദേവി മുന്നിലേക്ക് വെച്ചതും കണ്ണീർ വാർത്തതും ആലസ്യം പൂണ്ടതും അങ്ങനെയെല്ലാം ഓരോരോ പ്രദേശങ്ങളായി പറഞ്ഞാണ് യഥാർത്ഥത്തിൽ കൊട്ടിയൂരിൽ അന്ന് ദക്ഷൻ്റെ യാഗം നടന്ന ഭൂമിയിലേക്ക് നാം എത്തിയത്. ദക്ഷയാഗം നടന്ന ഭൂമിയിലേക്ക് സതീദേവി എത്തുകയും അവിടെ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തുവല്ലോ. സ്വയം ഒരു ഹോമകുണ്ഡം ഒരുക്കിയിട്ട് ദേവി അതിലേക്ക് സതീദേവി എടുത്തു ചാടുകയാണല്ലോ ഉണ്ടായത്. ആ ഒരു സംഗതിയുമായി, അതായത് ദേവിയുടെ അപ്രത്യക്ഷമാകൽ, ദേവിയുടെ ദേഹം വെടിയൽ, ആ ഒരു ഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളാണ് മുതിരേരി എന്ന ഈ ഗ്രാമത്തിനുള്ളത്. സത്യത്തിൽ ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ദേവി ദേഹത്യാഗം ചെയ്തതിനു ശേഷം പിന്നീട് ദേവി സിംഹാസനാരൂഢയായി കാണുകയാണ് ചെയ്യുന്നത്. ദേവി സിംഹത്തിൻ്റെ മുതുകിൽ ഏറിയ പ്രദേശം, മുതുകിലേറി അങ്ങനെ എല്ലാവർക്കും ദർശനം നൽകിയ പ്രദേശം, അതാണ് ഇന്ന് മുതിരേറി എന്നറിയപ്പെടുന്ന പ്രദേശം എന്നാണ് സങ്കല്പം. മുതുകേറിയാണത്രേ പിന്നീട് മുതിരേറിയായി മാറിയതെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം ചില വിശ്വാസങ്ങൾ കൂടി ഈ ഗ്രാമത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ ഗ്രാമത്തിൽ മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് വേണം ഈ വിശ്വാസങ്ങളെ നാം പറയാൻ. മുതിരേരി എന്ന പ്രദേശത്ത് അതിപ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട്, മുതിരേരി ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്ര ഭൂമിയിലേക്കാണ് നാം ഇനി എത്തുന്നത്. ഇന്ന് ഈ മലകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, സൗന്ദര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചത് മനഃപൂർവ്വമാണ്. കാരണം മണത്തണയിൽ എത്തിയ ശേഷം നാം എപ്പോഴും സഞ്ചരിക്കുന്നത് ഇത്തരം കാഴ്ചകളിലൂടെ. ഈ പ്രകൃതിയെ നന്നായി അറിഞ്ഞാലേ കൊട്ടിയൂരിൻ്റെ ആചാരങ്ങളെ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കൊട്ടിയൂരിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ തുടങ്ങുമ്പോൾ അതിമനോഹരമായ ഒരു ആചാരമുണ്ട്. അതായത് മലയിറക്കം എന്നാണ് അതിന് പറയുക. മൂർത്തികളെ മലയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും. അതായത് മലകളിലാണല്ലോ, അന്ന് കാലത്ത് ഇവിടെ കാടാണ്, മലകളിലാണ് എല്ലാ ഈശ്വരമൂർത്തികളും. അപ്പോൾ താഴെ, മലകൾക്ക് താഴെയാണ് ജനവാസ കേന്ദ്രമുള്ളത്. ഉത്സവകാലത്ത് മൂർത്തിയെ മലകളിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയും ഉത്സവമെല്ലാം പൂർണ്ണമായി കഴിയുമ്പോൾ അതുപോലെ തന്നെ മല കയറ്റി തിരിച്ചയക്കുകയും ചെയ്യും. ഇത് കൊട്ടിയൂരിലെ എല്ലാ ഉത്സവങ്ങളുടെയും ആഘോഷമാണ്. ഇതിവിടെ പറയാൻ കാരണം മലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങൾ ഇവിടെ കൂടുതലാണെന്ന് പറയാനാണ്. ഇവിടെ മഹാദേവ ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞു. എന്നാൽ ദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം
ക്രോധഭാവത്തിൽ, വളരെ രൗദ്രഭാവത്തിൽ വീരഭദ്രൻ നേരെ ദക്ഷൻ്റെ യാഗഭൂമിയിലേക്ക് ചെല്ലുകയും ദക്ഷൻ്റെ ശിരസറുത്ത് മാറ്റുകയും ചെയ്യുന്നു. ശിരസറുത്ത് മാറ്റി ആ കോപത്തോടു കൂടി തന്നെ വീരഭദ്രൻ തൻ്റെ വാള് വലിച്ചെറിയുന്നുണ്ട്. ആ വാള് വന്ന് വീണ പ്രദേശമാണ് ഇന്ന് നാം ഈ കാണുന്ന പ്രദേശം എന്നാണ് സങ്കല്പം. അതായത് വീരഭദ്രൻ്റെ സങ്കല്പം, വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസറുത്ത വാള്, ആ വാള് വന്ന് വീണ പ്രദേശമാണ് ഈ ഒരു മുതിരേരി എന്നറിയപ്പെടുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങൾക്കും കാരണമായ പ്രദേശം എന്ന വിശ്വാസം. വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാള് വന്നു വീണത് മുതിരേരിയിലെ പാടശേഖരത്താണ്. അത് കഴിഞ്ഞ് കാലങ്ങളേറെ കഴിഞ്ഞൊരിക്കൽ പാടശേഖരത്ത് പണിക്കായ ആളുകൾ വന്നപ്പോൾ ഒരു വാള് കണ്ടെത്തി. എന്താണ് വാളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അടുത്തടുത്തേക്ക് ചെന്നപ്പോൾ ഈ വാള് നീങ്ങി പോകുന്നതായി കണ്ടു. ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും ചേർന്ന് എന്ത് വേണമെന്ന് ആലോചിക്കുകയും അന്ന് കയ്യോട്ട് നമ്പ്യാർ എന്നൊരാൾ പ്രശ്നം വെച്ച് നോക്കുകയും പ്രശ്നം വെച്ചപ്പോൾ ഈ വിശദമായ വിവരങ്ങളെല്ലാം, അതായത് സിംഹത്തിന് മേലേറി നിന്ന ദേവീഭാവം അന്തർദാനം ചെയ്ത പ്രദേശമാണ് ഇത് എന്നും അതുകൊണ്ട് തന്നെ ദേവിയുടെ സ്വയംഭൂ സ്ഥാനമാണിത്. മാത്രമല്ല ദക്ഷൻ്റെ ശിരസറുത്ത വാള് വീരഭദ്രൻ വലിച്ചെറിഞ്ഞതാണ് ആ കണ്ട വാളെന്ന് നമുക്ക് അറിയപ്പെടാനായി. ഈ വാള് അന്ന് പാടശേഖരത്ത് കണ്ട വാള് നീങ്ങി വന്ന് നിന്ന പ്രദേശമാണിത്. ഇവിടെയാണ് ദേവി സ്വയംഭൂവായി നിന്നത് എന്നുള്ള ഒരു സങ്കല്പവും വന്നു. അതുമാത്രമല്ല വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് ഈ വാള് അവിടേക്ക് എത്തിക്കണമെന്ന ആചാരം വന്നതും അങ്ങനെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങൾ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വീരഭദ്ര സാന്നിധ്യം, വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാള് ഇവിടെയുണ്ട്. മാത്രമല്ല ഭദ്രകാളി സാന്നിധ്യവുമുണ്ട്. ആ വാള് ഇവിടെ വാളറയിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രധാന മൂർത്തിയായി മഹാദേവനും സാന്നിധ്യമാകുന്നുണ്ട്. ക്ഷേത്രത്തെ വലം വെച്ച് ഇങ്ങനെ ഈ ഒരു ഐതിഹ്യ കഥ പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവാണ്. നമഃ ശിവായ ച നമഃ ശിവായ ച നമഃ ശിവായ ച നമഃ ശിവായ ച നമഃ ശിവായ ച. ആദിപരാശക്തിയുടെ സ്വയംഭൂസ്ഥാനമായ ക്ഷേത്രത്തിൽ 2 ശ്രീകോവിലുകൾ മുഖാമുഖമായിരിക്കും നമുക്ക് കാണാം. ഈ ക്ഷേത്രമാകെ പുതുക്കിപ്പണത്തിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായുമുണ്ട്. ഇതിന് മുൻപൊരു കാലത്ത് വല്ലാതെ ജീർണാവസ്ഥയിലായിരുന്നു ക്ഷേത്രഭൂമി ഉള്ളത്. ഇപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പുതിയൊരു ഉണർവിലേക്ക് ക്ഷേത്രം എത്തുന്നത്. ഇവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ശ്രീകോവിലിൽ ഒന്നിൽ ഭദ്രകാളി സാന്നിധ്യമാണ്, മറ്റൊന്നിൽ ശാസ്താവ്, അയ്യപ്പൻ സാന്നിധ്യമായ ശാസ്താവ് നിലകൊള്ളുകയാണ്. 2 ശ്രീകോവിലുകളും ഇളമതിലോട് കൂടിയതാണ്. പ്രകൃതിയുടെ ഉപചാരങ്ങളെല്ലാം ഏറ്റുവാങ്ങുവാനായി തുറസ്സായിട്ടുള്ള ശ്രീകോവിലാണ് ഉള്ളത്. ഇങ്ങനെ ഇവിടെ ഭദ്രകാളിയും ശാസ്താവും കൂടി സാന്നിധ്യമാകുന്നു എന്ന് പറയുമ്പോൾ ശിവ പരിവാര സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനാവുകയാണ് ഇവിടെ. മനോബുദ്ധ്യഹംകാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങുകളിൽ ചിലതിനെക്കുറിച്ച് വിശദമായി തന്നെ നാം പറയുണ്ടായി. അതിൽ നെയ്യാട്ടവും ഭണ്ണാരം എഴുന്നള്ളിപ്പും ഒക്കെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ചപ്പാരം ക്ഷേത്രത്തിലെ 3 വാളുകൾ ഭണ്ണാരം എഴുന്നള്ളിപ്പിനൊപ്പം എഴുന്നള്ളി വരുന്നത് പറഞ്ഞല്ലോ. അതേ പ്രാധാന്യത്തോടു കൂടി ഇവിടെ നിന്ന് മുതിരേരിയിൽ നിന്നും വാള് എഴുന്നള്ളി അവിടേക്ക് വരണം. ആ വാളെഴുന്നള്ളത്തിനെ കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പറയാം. ഏതായാലും ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വാളറയ്ക്ക് തിരുമുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ബ്രാഹ്മണ പൂജയാണ് പതിവുള്ളത്.
പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും നാം ശാക്തേയ സമ്പ്രദായങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കണ്ട കാഴ്ചകളിലെല്ലാം തന്നെ അബ്രാഹ്മണ പൂജയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ബ്രാഹ്മണ പൂജയാണുള്ളത്. ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ശ്രീ സുരേന്ദ്രൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. മൊഴിയോട്ട് ഇല്ല, അങ്ങനെയല്ലേ നാം മൊഴിയോട്ട് മൊഴിയോട് ആ കുത്തുറുമ്പ് എടയാറാണ് തറവാട് വരുന്നത്. അപ്പോൾ എത്രയോ കാലങ്ങളായി, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാലം തൊട്ട് നിങ്ങളാണ് മുതിരേരി വാള് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ചടങ്ങിന് നിങ്ങളുടെ കുടുംബമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ് വരുന്നത്? ആ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്തത് സാധാരണ? പിന്നെ ഇടവത്തിൽ 1000 നാളിലാണ് നാഗത്തിന് കൊടുക്കുക എന്ന നാഗങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ചടങ്ങിന്റെ മുന്നോടി അത് നടക്കുന്നത്. ഇടവത്തിൽ 1000 നാഗത്തിന് കൊടുക്കും. അതുപോലെ തന്നെ 1000 കഴിഞ്ഞ മകം മുതൽ ഇവിടെ നോറ്റിരിക്കും. പാട് കൊണ്ടുവന്ന ആള് കുളിച്ച് രാവിലെ തന്നെ തൊഴുത് ദേവന് വിളക്കെല്ലാം വെച്ച് പൂജാതി കർമ്മങ്ങളുമായിട്ട് 7 ദിവസം ഇവിടെ അത് ഇടവത്തിലെ 1000 നാഗത്തിന് കൊടുക്കും. മകം നാളിൽ കുളിച്ച് നോണ്ടിരിക്കും. മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി. ചോതി നാളിന്റെ രാവിലെ വാളറ തുറന്ന് വാള് കുളത്തിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് തടപ്പള്ളിയിൽ ഒരു കല്ലുണ്ട്, മൂലസ്ഥാനം. അവിടെ വാളവിടെ വെച്ച് വാളിന് നേദ്യം കഴിക്കും. പഴവും നാളികേരവും വെല്ലവും. ആ വാളിന് നേദ്യം കഴിഞ്ഞ ശേഷം ആ വാള് ദേവന്റെ ആ ഭീമത്തോട് ചാരി വെക്കും. ഭീമത്തോട് ചാരി വെച്ചതിന് ശേഷം അന്ന് പിന്നെ വഴിപാടുകൾ ഉണ്ടാകും. കുറേ ഭക്തന്മാരുണ്ടാകും. രാവിലെ ഗണപതി ഹോമം, പൂജാതി കർമ്മങ്ങൾ, അതിന് ഉച്ചയ്ക്ക് അന്നദാനം. അതെല്ലാം കഴിഞ്ഞ് വഴിപാടെല്ലാം വിതരണം ചെയ്ത ശേഷം എല്ലാം അടിച്ചു തെളിച്ച് എല്ലാം ശുദ്ധി വരുത്തിയതിന് ശേഷം ഈ വാള് കൊണ്ടുവന്നയാൾ ആടെ വൃതാനത്തോട് ആടെ ഇരിക്കുകയും സ്വയം വെളിപാട് തോന്നുന്ന സമയത്ത് നേരെ കുളത്തിൽ പോയി കുളിച്ച് ഈറിനോടെ തട്ടെടുത്ത് വന്ന് ഒരു ഒറ്റനേദ്യമുണ്ട്. ആ സമയത്ത് ദേവനും ഉപദേവന്മാർക്കെല്ലാം കിട്ടും ഒറ്റനേദ്യം. ആ ഒറ്റനേദ്യം കഴിഞ്ഞ് പിന്നെ തുളസിക്കതിരുകൊണ്ട് മൂടും. മൂലഭീമവും പുറമത്തെ ഭീമവും ഭീമത്തോട് മൂടി ഒരു പിടി തുളസിക്കതിരുമായിട്ട് വാളുമായിട്ട് കൊട്ടിയൂരേക്ക് നേരെ ഏകനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അനേകം ഭക്തജനങ്ങൾ അന്നേരം സാക്ഷ്യം വഹിക്കാൻ ഉണ്ടാകും ആ ഒരു സാന്നിധ്യത്തിന്. അപ്പോൾ വാളുമായിട്ട് ഇങ്ങനെ ഇക്കരെ കൊട്ടിയൂരേക്ക് പോകുന്നു, ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നു. അത് കഴിയുമ്പോൾ ഇവിടെ ഈ വാളുമായിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും ചടങ്ങുകൾ പതിവുണ്ട്? വെച്ചാൽ പിന്നെ ഇവിടെ പഴം, ചക്ക, അതാണ് പ്രധാനപ്പെട്ട ഒരു നേദ്യം. അപ്പം കുറച്ച് ചക്കകൾ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പഴം, അത് ഭക്തന്മാരിങ്ങനെ ഇരിഞ്ഞിട്ട് അതിലെ ചക്ക പിന്നെ തിന്നും. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്കായിട്ട് കൊണ്ടുപോകും നടാൻ വേണ്ടിയിട്ട്. അത് പ്രധാന നേദ്യമാണ് ചക്കയും പഴവും. അല്ലാതെ ഇത് വാതിലടയ്ക്കുന്ന മുള്ളു വെച്ചടക്കുക, മുള്ളു വെച്ചടക്കാൻ നമ്മള് പിന്നെ ശ്രീകോവിൽ അന്നേരം തന്നെ അടക്കും. ദേവൻ അന്നേരം വാളെഴുന്നള്ളിച്ച് പോയാൽ ആടുന്നൊരു ഹൂങ്കാര ശബ്ദമുണ്ട്. അത് നടക്കുമ്പോൾ ഒരു ശബ്ദം, ഹൂങ്കാര ശബ്ദം തന്നേരം വാതിലൂടെ അടക്കും ശ്രീകോവിലിന്റെ വാതില്. അപ്പോഴത്തേക്ക് ആടെ മുള്ളും വെക്കും. പിന്നെ ഇങ്ങോട്ട് പ്രവേശനമില്ല. വാള് വന്നതിന് ശേഷമേ പ്രവേശനമുള്ളൂ. വൈശാഖോത്സവത്തിന്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങിൽ ഒന്നാണ് ഈ പറഞ്ഞത്. അതായത് ഇടവമാസത്തിലെ ചോദ്യനാളെന്ന് പറയുന്നത് അവിടുത്തെ നെയ്യാട്ടത്തിന്റെ ദിവസമാണ്. ജാതിയൂരിൽ നിന്ന് അല്ലെങ്കിൽ ചോതിയൂരിൽ നിന്ന് ജ്യോതി വരുന്ന ദിവസമാണ്. അതിനാണ് ചോതി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജ്യോതി വരിക എന്നാൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുക എന്നാണ് അർത്ഥം. ആ ദിവസമാണ് ഈ ഒരു ചടങ്ങുകളെല്ലാം, വാള എഴുന്നള്ളത്തിന്റെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് 28 ദിവസവും വാള് അക്കരെ കൊട്ടിയൂരാണ് ഉണ്ടാവുക. ആ സമയത്ത് ഈ ക്ഷേത്രത്തിന് നട തുറക്കൽ പതിവില്ല. 28 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വാള് തിരിച്ചുവരവുണ്ട്. ഇതുപോലെ തന്നെ ആചാരങ്ങൾ. ഇതിൽ രണ്ടിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാളെടുക്കുന്ന ആൾക്ക് തോന്നലുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, സ്വയം വെളിപാടുണ്ടാവുകയാണ് ചെയ്യുന്നത്. നാം പറഞ്ഞു ഇവിടെ പോതി എന്ന സങ്കല്പം, ഭഗവതി എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ബോധമാണ്. ഓരോരുത്തരിലും നിലകൊള്ളുന്ന ബോധമാണ്, ബോധിയാണ്. ആ ബോധിയുടെ ഉണർവാണ് നാം ഇവിടെ കാണുന്നത്. അതായത് ധ്യാന നിമഗ്നായിരിക്കുന്ന പൂജാരിക്ക് പെട്ടെന്നൊരു നിമിഷം ആ തോന്നലുണ്ടാവുകയും അല്ലെങ്കിൽ ആ ബോധം ഉണ്ടാവുകയും അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ചു വന്ന് വാളെഴുന്നള്ളിച്ച് ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മാനുഷികമായ ഭാവങ്ങളല്ല, അമാനുഷികമായ ഭാവം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലെങ്കിൽ ഈ കണ്ട ഏതാണ്ട് 30 കിലോമീറ്ററോളം ദൂരം നടന്നും ഓടിയും മാത്രം എവിടെയും വിശ്രമിക്കാതെയാണ് വാളം കൊണ്ടുപോകുന്നത്. അതായത് അദ്ദേഹത്തിന് ആ തോന്നലുണ്ടാകുന്ന സമയം മുതൽ പിന്നീട് ഇക്കരെ കൊട്ടിയൂർ കൊണ്ടുവന്ന് ആ വാൾ അവിടെ വെച്ച് ബോധം കെട്ട് വീഴുന്നത് വരെയും അദ്ദേഹത്തിൽ ഈശ്വരൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മുതിരേരി ക്ഷേത്രത്തിൽ വീരഭദ്രൻ ശൈവാംശമായി നിലകൊള്ളുമ്പോൾ ഭദ്രകാളിയും
ശാസ്താവും ഉപദൈവങ്ങളായി നിലകൊള്ളുമ്പോൾ വാളിൽ ഭഗവതി സാന്നിധ്യമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ശൈവാംശവും ശക്തി അംശവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നറിയുമ്പോൾ തത്തുല്യമായ പ്രാധാന്യത്തോടുകൂടി ഇവിടെ നാഗദൈവങ്ങളുമുണ്ടെന്ന് നാം അറിയുകയാണ്. ഇവിടെ ഒരു നാഗത്തറയുണ്ട്. ഇപ്പോൾ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തപ്പോഴാണ് ഇതൊരു തറയായി മാറിയത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാകും വനത്തിനുള്ളിൽ നിലകൊണ്ട നാഗവിഗ്രഹം തന്നെയായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഈ ഒരു ദക്ഷയാഗത്തിന് സതീദേവി പുറപ്പെടുമ്പോഴെല്ലാം അനിഷ്ടങ്ങൾ പലതും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞിരുന്നവരാണ് നാഗങ്ങൾ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അവർ വന്നു നിന്ന് ദേവിയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നാഗക്കാവുകൾ വളരെയേറെയാണ്. കൊട്ടിയൂരിലും അതുപോലെ കണ്ണൂരിൻ്റെയും അതുപോലെ മറ്റ് പ്രദേശങ്ങളും കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും പ്രദേശങ്ങളിലുമൊക്കെ നാഗ ആരാധനയ്ക്ക് അതീവമായ പ്രാധാന്യമുണ്ട്. ഇവിടെയും ഈ നാഗക്കാവ് കാണുമ്പോഴും ആ പ്രാധാന്യത്തെ തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. വൈശാഖ മഹോത്സവത്തിൻ്റെ 28 നാളും മുതിരേരി ശിവക്ഷേത്രം തുറക്കാറില്ലെന്ന് മാത്രമല്ല ആദിവാസി മൂപ്പൻ ക്ഷേത്രമാകെ മുള്ളുകൊണ്ട് അടയ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു നാം. ഈ മുള്ളുകൊണ്ട് അടയ്ക്കുന്നത് മിക്കവാറും 28 ദിവസം നട തുറക്കാതിരിക്കുമ്പോൾ പണ്ടിത് തികഞ്ഞൊരു വനമായിരിക്കുമല്ലോ. ഇപ്പോൾ പോലും വനലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആനയും മറ്റു പാമ്പും പോലുള്ള ജീവികളൊക്കെ വന്നു കയറാൻ വേണ്ടിയിട്ടാകണം പണ്ട് കാലത്ത് ഇതുപോലെ മുള്ളുകൊണ്ട് അടയ്ക്കുക എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായി വന്നത്. എന്നാൽ 28 ദിവസവും ഈ മുള്ളിവിടെ ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ, അതായത് കൊട്ടിയൂരിലെ മകം ഉത്സവം കഴിയുമ്പോൾ, സ്ത്രീകൾക്ക് പ്രവേശിക്കാനാകാത്ത ദിവസങ്ങൾ വന്നു തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ വന്ന് ആ മുള്ള് ഊരാളനാണ് മാറ്റുക. അത് കോഴിയോട്ട് നമ്പ്യാർ എന്നറിയപ്പെടുന്ന അദ്ദേഹം, കോഴിയോട്ട് നമ്പ്യാരാണ് ആദ്യം ഇവിടെ പ്രശ്നം വെച്ച് ദേവിയുടെ ആ സ്വയംഭൂഭാവത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഊരാളനായി വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഇവിടെ വന്ന് ആ മുള്ളൊക്കെ മാറ്റിയിട്ട് പിന്നീട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അത് നടത്താവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ തിരുനട വാള് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ തുറക്കുള്ളൂ. അതാണ് ഇന്നത്തെ ആചാരം. മഹത്തായ ഒരു ആചാരത്തെ അറിഞ്ഞുകൊണ്ട് മുതിരേരി ക്ഷേത്രവും കൊട്ടിയൂർ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ പൂർണ്ണമാവുകയാണ്. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. നമസ്കാരം. सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञाः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहम्.